ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ, മിടുക്കന്മാരെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE മാത്സ് ക്ലാസ് 6 ചാപ്റ്റർ 1 നോയിങ് യുവർ നമ്പേഴ്സിനെ കുറിച്ചാണ്. അതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ നമ്പേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമ്പേഴ്സിൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ലോകമാണ് അല്ലേ. നമ്മൾ എവിടെ ചെന്നാലും നമ്പർ വേണം. നമ്പറില്ലാണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. എവിടേക്കാണ് വേണ്ടി വരിക നമ്പർ എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ നോക്കൂ, ഒരു കുട്ടി മറ്റേ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഇവിടെ നമ്പർ വന്നില്ലേ, എത്ര നമ്പർ എന്നുള്ളത്. പിന്നെ അപ്പോഴേക്കും എന്താണ്, നീ ഇന്ന് എത്ര ബിസ്ക്കറ്റ് കഴിച്ചു? അപ്പോഴും നമ്പർ വന്നു അല്ലേ. വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? നമ്പർ വന്നില്ലേ. പിന്നെന്താ, ഇതേ പോണത് ഭയങ്കര സ്പീഡിൽ ഒരു കാർ പോകണം. എത്ര സ്പീഡ് ഉണ്ടാവും ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഒരു 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ, അല്ല 100 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നമ്പർ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെയും കിടക്കണം. ഇപ്പോൾ സമയം എത്രയായി? 2 o'clock അല്ല 4 o'clock വന്നോ, നമ്പർ വന്നോ? അല്ല വെക്കേഷനിൽ എത്ര ദിവസമുണ്ട്? വെക്കേഷൻ എത്ര ദിവസമുണ്ട്? അപ്പോൾ എണ്ണി നോക്കും, 60 ദിവസം, 30 ദിവസം, നമ്പർ വന്നില്ലേ. എടാ നിനക്ക് എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഇടാ നിനക്ക്? ഞാനൊരു 50 കിലോ ഉണ്ടാവും. നീ 50 ഒന്നുമില്ല, നീ ഏറെ 30 കിലോ ഉണ്ടാവും. അപ്പോൾ നമ്പർ വന്നില്ലേ. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഈ വെജിറ്റബിളിന് എന്താ കിലോന് എന്താ വില? അവിടെ നമ്പർ വന്നു അല്ലേ. അതുമാതിരി നിനക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? ഞാനൊരു 5 അടി കാണും. നമ്പർ വന്നില്ല, 5 വന്നില്ലേ. ഇങ്ങനെ നമ്മൾ എവിടെ തിരിഞ്ഞാലും നമ്പർ വേണം. നമ്പറില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാലോ ചില കാര്യങ്ങൾക്ക് നമ്പർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ മോനോട് പറയണേ, മോനെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി ചോദിക്കുക, എത്ര ഇഷ്ടം? 60 ഇഷ്ടം, 100 ഇഷ്ടം, 1000 ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടം എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമ്പറിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. മോനെ ഇത് സാമ്പാർ എന്താ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്, എത്ര ടേസ്റ്റ് ഉണ്ട്? നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ടേസ്റ്റുകൾ അതിന് പറ്റും. അയ്യോ എനിക്ക് പേടിയാവണമെന്ന് മോനെ, എത്ര പേടി? പറ്റില്ല. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് നമ്പർ കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്പർ കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്പർ കൊണ്ട് പറ്റുന്നതും നമ്പർ കൊണ്ട് പറ്റാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെന്താണ്, ചില കാര്യങ്ങൾ നമ്പറിൽ ശരിക്കും സൂചിപ്പിക്കാൻ പറ്റേണ്ടതാണ് ടെക്നിക്കലി, എന്നാലോ അതിൻ്റെ വലിപ്പം കാരണം നമുക്ക് പറ്റില്ല. പക്ഷെ അത് നമ്പറോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഉദാഹരണത്തിന് ഈ ഭൂമിയിൽ എത്ര മൺതരികളുണ്ട്? എണ്ണി നോക്കിയാലോ. എണ്ണാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും ഇല്ലേ. മൺതരികൾക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് പക്ഷേ എണ്ണണമെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവൻ എണ്ണിക്കൊണ്ടേ ഇരിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ മൺതരികൾ എത്രയുണ്ട്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ഇപ്പോൾ ആകാശ നക്ഷത്രം എത്രയുണ്ട്? അതൊരു വലിയ ബിഗ് നമ്പറാണ്. അത് മുഴുവൻ നമുക്ക് എണ്ണാൻ സാധിക്കില്ല, പക്ഷേ എണ്ണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കണ നമ്പറൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് ആളുകൾക്ക് എണ്ണാനൊന്നും അറിയായിരുന്നില്ല. അപ്പോഴൊക്കെ ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്പറില്ലാത്തപ്പോൾ എണ്ണേണ്ട ആവശ്യം അപ്പോഴും ഉണ്ട്. ഉദാഹരണത്തിന് ഈ ആട്ടിടയന്മാരൊക്കെ ആയിട്ടാണ് പണ്ട് ആൾക്കാർ നടന്നിരുന്നത്. അപ്പോൾ ആടുകൾ കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മുഴുവൻ എണ്ണം തിരിച്ചു വന്നിട്ടുണ്ടോ നോക്കണ്ടേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എണ്ണൽ ആവശ്യമായിരുന്നു. പക്ഷേ ആ കാലത്ത് ഈ എണ്ണ 1 2 3 4 എന്നുള്ള നമ്പറിങ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലത്ത് ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലോചിച്ച് നോക്കൂ. അവർ ചെയ്തിരുന്നത് വളരെ സിമ്പിളായിട്ട് കാര്യം, ഒരു കുറേ കല്ല് പെറുക്കി വയ്ക്കും വീട്ടിൻ്റെ ഉമ്മറത്ത്. പിന്നെ ഓരോ ആടും പുറത്തേക്ക് പോകുമ്പോൾ ഒരു കല്ല് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും. ഇങ്ങനെ
രണ്ടാമത്തെ ആൾ പോയി രണ്ടാമത്തെ കല്ല്, മൂന്നാമത് പറയാറില്ല, ഇങ്ങനെ കല്ല് ഇങ്ങനെ മാറ്റി വയ്ക്കും. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഒരാട് ഇങ്ങനെ കിടന്ന് ഈ കല്ല് തിരിച്ച് വേറെ സ്ഥലത്തേക്ക് വയ്ക്കും. പിന്നെയും വന്നു അടുത്ത കല്ല് വെച്ചു, പിന്നെ ഒരാടും കൂടി വന്ന് അടുത്ത കല്ല് വെച്ചു. ഇങ്ങനെ കല്ല് വെച്ച് അവസാനം കല്ല് അവിടെ ബാക്കിയുണ്ടെങ്കിൽ എന്താർത്ഥം, കാലത്ത് പുറത്ത് പോയ മുഴുവൻ ആടുകളും വീട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ആട്ടിടയൻ പോയി അവിടെ ഇവിടെയൊക്കെ നോക്കും, അല്ല മരത്തിൻ്റെ വീട്ടിലൊക്കെ കിടന്നുറങ്ങുന്ന ആടുകളുണ്ടെങ്കിൽ അതിനെ പിടിച്ചു കൊണ്ടുവരും. പിന്നെയും കല്ല് ബാക്കിയാണെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ, ആടിനെ വല്ല പുലിയെങ്ങാനും പിടിച്ച് തിന്നുണ്ടായിരിക്കും. കാട്ടിലല്ലേ പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്നത്. അപ്പോൾ കാട്ടിൽ താമസിക്കുമ്പോൾ ആ പുലിയൊക്കെ പിടിച്ച് തിന്നുണ്ടാവും. അങ്ങനെ വന്നൂടെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പണ്ടത്തെ ആൾക്കാർ എണ്ണിയിരുന്നത്. പിന്നെയാണ് 1 2 3 നമ്പറൊക്കെ സിസ്റ്റം. പിന്നെ ഇപ്പോൾ ഈ കല്ലല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വര വരച്ചിട്ടുള്ളതുകൊണ്ടായിരുന്നു. ഒരു ബ്ലാങ്ക് ആയിട്ട് സ്ഥലത്ത് ഒരു ആടുകൊണ്ട് പോകുമ്പോൾ ഒരു സാധനം കൊണ്ട് കോരിയിടും, ഒരു വര 1 എന്നുള്ള ആകൃതിയിൽ. പിന്നെ രണ്ടാമത്തെ പോകുമ്പോൾ പിന്നെയും കോരിടും. തിരിച്ചു വരുമ്പോൾ ഇതിലോരോന്നിങ്ങനെ ക്രോസ് ചെയ്യും. ഒരാട് വന്നു, രണ്ടാമത്തെ ആട് വന്നു, മൂന്നാമത്തെ ആട് വന്നു, ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പോൾ ക്രോസ് ചെയ്യാൻ വിട്ടുപോയ ഒന്നവിടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആട് തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനത്തെ മെത്തേഡ് കൂടിയാണ് അവർ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഈ ചെറിയ നമ്പറിൽ നിന്നും തുടങ്ങി വലിയ നമ്പറിലേക്ക് എങ്ങനെയാണ് ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു വീട്ടിൽ എത്ര പേരുണ്ടാവും? 5 6 7 ഏറിയ 10 മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടുള്ളതാണെങ്കിൽ 10 12 ഉണ്ടായിരിക്കാം അല്ലേ. പിന്നെ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? ക്ലാസ്സിലെ കുട്ടികൾ ഒരു 50 കാണുമായിരിക്കും അല്ലേ, 50 ഉണ്ടാവാം. ഒരു ബസ്സിൽ എത്ര പേരുണ്ടാവും? പിന്നെയും വലുതായി അല്ലേ. ബസ്സിൽ എത്ര പേര്? ഒരു 75 ആളുകൾ ബസ്സിലുണ്ടായേക്കാം അല്ലേ. പിന്നെ ഒരു ഷോപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? ഷോപ്പിൽ ചിലപ്പോൾ 100 ആൾക്കാരുണ്ടായിരിക്കാം അല്ലേ. പിന്നെ അതിനേക്കാളും വലുതൊന്നും ആലോചിച്ച് നോക്കിയാൽ ഒരു നമ്പർ, ഒരു ട്രെയിൻ പോവുകയാണ്, ആ ട്രെയിനിൽ എത്ര ആൾക്കാരുണ്ടാവും? അത് ഈ 100 നിൽക്കില്ല, 100 1000 വരെയൊക്കെ പോകും. 1000 ആൾക്കാർ ഒരു ട്രെയിനിൽ കയറി പോകുന്നു അല്ലേ. ഇനി അതിൻ്റെ മീതുള്ള നമ്പർ, ഒരു വില്ലേജിൽ എത്ര പേരുണ്ടാവും? അത് ചിലപ്പോൾ ഒരു 10,000 ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ഒരു വില്ലേജിൽ. അല്ല, ഒരു ടൗണിൽ ചിലപ്പോൾ 1 lakh ആളുകളുണ്ടാവും. ഒരു സിറ്റി ആണെങ്കിലോ അത് 10 lakh ആയിരിക്കും. ഇനി ഒരു സ്റ്റേറ്റ് ആണെങ്കിലോ സ്റ്റേറ്റിൽ എത്ര ഉണ്ടാവും? സ്റ്റേറ്റിൽ ക്രോഴ്സ് വരും. നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്? കേരളത്തിൽ 3.7 crores, 3 crores കൂടുതൽ ആളുകളുണ്ട്. കൺട്രി ആണെങ്കിൽ ഈ പറയുന്ന ക്രോറും കഴിഞ്ഞ് 10 crore കഴിഞ്ഞ് 100 crore ലെവലിലേക്ക് എത്തും. ഇപ്പം ഇന്ത്യയിൽ എത്ര പേരുണ്ട്? ഇന്ത്യയിൽ 136 crores ആളുകളുണ്ട് ഇല്ലേ. ഇപ്പോൾ വേൾഡാകുമ്പോൾ മോർ ദാൻ 700 crores. ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ, 700 crore എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെയാണ് വലുതായി വരുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ, ഈ നമ്പറിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇപ്പോൾ ലോകത്തിൽ പ്രധാനമായിട്ടും നമ്പറിങ്ങിന് വേണ്ടി 2 സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ, വേറൊന്ന് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. ഇതിലാദ്യം നമുക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനെ കുറിച്ച് പഠിക്കാം. നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് നമ്പേഴ്സിൽ 2 കാര്യങ്ങൾ ആദ്യമാണ്. ഒന്ന് ഫേസ് വാല്യൂ, ഒന്ന് പ്ലേസ് വാല്യൂ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. (44) എന്ന് പറയുന്ന നമ്പർ. ഈ നമ്പറിലെ 2 ഡിജിറ്റും 4 ആണ്. ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4. പക്ഷേ ഈ 4നും ഈ 4നും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കാരണം? ഈ 4ൻ്റെ വാല്യൂ 1s പ്ലേസിൽ നിൽക്കുന്നതുകൊണ്ട് 4 തന്നെയാണ്. ഈ 4ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 10s പ്ലേസിലാണ്. 40 ആണ് ഈ 4ൻ്റെ വാല്യൂ. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. 2 ഡിജിറ്റ് ഒന്നാണെങ്കിലും അതിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ട്? വേറെ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട്, വേറെ പ്ലേസിൽ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് പ്ലേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിജിറ്റിൻ്റെ തനതായിട്ടുള്ള വാല്യൂ.
അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഈ 4 എന്ന് പറയുന്നതും ഇത് 40 അത് പ്ലേസ് വാല്യൂ ആണ്. ആ പ്ലേസിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് 40 വാല്യൂ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിലെ കൺസെപ്റ്റ് എന്താണ്? പ്ലേസ് വാല്യൂ എങ്ങനെ വരിക? ആദ്യത്തെ റൈറ്റ് മോസ്റ്റ് എന്നാണ് തുടങ്ങുക. ഫസ്റ്റ് ഡിജിറ്റ് ഇത് വൺസ് പ്ലേസ് എന്ന് പറയും. 1 ആണ് അതിൻ്റെ വാല്യൂ, അതായത് 1 കൊണ്ടാണ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അതിന് പറയും ടെൻസ് പ്ലേസ്. ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്. അപ്പോൾ ഈ പ്ലേസിൽ വരുന്ന എന്ത് നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ വരിക. തേർഡ് പ്ലേസിൽ റൈറ്റ് സൈഡിൽ നിന്ന് തേർഡ് പ്ലേസിൽ എന്താ വരിക? ഇതാണ് ഹൺഡ്രഡ്സ് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്ത് ഡിജിറ്റ് വന്നാലും അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ ഒരു നമ്പർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുറേ ഡിജിറ്റ് കൂടിയിട്ട്. ഡിജിറ്റുകൾക്ക് അതാത് ഏത് പ്ലേസിൽ നിൽക്കുന്നോ അതനുസരിച്ചിട്ട് ആ ഡിജിറ്റിൻ്റെ വാല്യൂ പ്ലേസ് വാല്യൂ മാറി കിട്ടും. നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഏത് നമ്പറിനെ നമുക്ക് കോമ ഉപയോഗിച്ചിട്ട് നമ്പറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൃത്യമായിട്ട് എഴുതാനും സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്ന് കോമയുടെ ആവശ്യമുള്ളൂ. 3 കോമ. എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതാ ഒരു നമ്പർ ഇങ്ങനെ ഒരു നമ്പർ 3, 4 കുറേ ഡിജിറ്റ്സ് ഇട്ടിരിക്കുകയാണ്. ഇതൊരു നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ നമ്പർ എങ്ങനെയെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 3 കോമ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് റൈറ്റിലത്തെ ഡിജിറ്റ് എടുക്കുക. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന് 1, 2, 3 3 ഡിജിറ്റ് കഴിഞ്ഞാൽ ഒരു കോമ കൊടുത്തു. പിന്നെ 2 ഡിജിറ്റ് കൊടുത്ത 1, 2 2 ഡിജിറ്റ് കഴിഞ്ഞാൽ വേറൊരു കോമയും കൊടുത്തു. പിന്നെ 2 ഡിജിറ്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കോമ കൊടുത്തു. കഴിഞ്ഞു. ഈ 3 കോമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ എന്താണെന്ന് വായിക്കാൻ പറ്റും. നോക്കാം. ഓരോ ഡിജിറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്, ഇത് 100 പ്ലേസ്. ഈ 3 കൂടി ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ഇതിന് പൊതുവെ വൺസ് പീരീഡ് എന്ന് പറയും. ഈ 3 ചേർത്തിട്ടാണ് എപ്പോഴും വായിക്കേണ്ടത്. പിന്നെ ഒരു കോമ കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് തൗസൻഡ്സ് പീരീഡ് എന്നാണ് പറയുക. ഇത് ഈ 2 ഡിജിറ്റും കൂടി ചേർത്ത് വായിക്കണം. ഈ കോമയുടെ ഇടയിൽ കിടക്കുന്ന 2 ഡിജിറ്റും കൂടി ചേർത്ത് വായിക്കണം. ഇത് തൗസൻഡ്സിൻ്റെയും ഇത് 10,000ൻ്റെയും പ്ലേസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് 87,000 എന്ന് വരും. ഈ 2 ഡിജിറ്റ് കഴിഞ്ഞാലുള്ള പിന്നെ അടുത്തതോ ഈ പീരീഡാണ് ലാക്സിൻ്റെ പീരീഡ്. 16 lakh. ഇതും കഴിഞ്ഞ് പിന്നെ ഉള്ളതെല്ലാം ക്രോഴ്സിൻ്റെ. പിന്നെ ഇവിടെ എത്ര നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ക്രോഴ്സ് എന്നുള്ള പറയാം. ഇവിടെ 9 crores 16,87,543 ഈ നമ്പർ കിട്ടിയില്ലേ? ഈ കോമ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പറും ചിത്രീകരിക്കുക. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഡീറ്റെയിൽഡായിട്ട് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതാക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. 1 or 2 എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു നമ്പർ കിട്ടിയ എങ്ങനെ അത് ഈ കോമ ഉപയോഗിച്ച് എങ്ങനെ നമ്പർ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ഡിജിറ്റ്. ഇത് ഡിജിറ്റ് മാത്രമല്ല നമ്പറും കൂടിയാണ്. 1 ഡിജിറ്റ് നമ്പർ. ഒരു ഡിജിറ്റേ ഈ നമ്പറിലുള്ളൂ അല്ലേ? ഇനി ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. ഇത് നമുക്ക് കോമയുടെ ഈ ആദ്യത്തെ 3 ഡിജിറ്റ് നമുക്ക് കോമയുടെ ആവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇത് വൺസ് പ്ലേസിലാണ് 8 നിൽക്കുന്നത്, ടെൻസ് പ്ലേസിലാണ് 2 നിൽക്കുന്നത്. അപ്പോൾ 28. ഇനി വേറെ 3 ഡിജിറ്റിൻ്റെ ഒരു എടുക്കാം. ഇപ്പോൾ ഇത്രയും വരെ നമുക്ക് കോമയുടെ ആവശ്യമില്ല. ഇത് വൺസ് പ്ലേസിൽ 9,
ടെൻസ് പ്ലേസിൽ 2, ഹൺഡ്രഡ്സ് പ്ലേസിൽ 4. ഇത് 429. കുറച്ച് നീളത്തിൽ കുറേ അധികം ഡിജിറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോമ ഇതനുസരിച്ച്. അപ്പോൾ കോമ ഉപയോഗിക്കാനുള്ള റൂൾ എന്താണ്? ആ റൈറ്റിൽ നിന്ന് തുടങ്ങാം. റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 1, 2, 3 കഴിഞ്ഞാൽ ഒരു കോമ, പിന്നെ ഒരു 1, 2 കഴിഞ്ഞാൽ രണ്ടാമത്തെ കോമ, പിന്നെ ഒരു 1, 2 കഴിഞ്ഞാൽ മൂന്നാമത്തെ കോമ, പിന്നെ കോമ ഇടുകയും വേണ്ട, പിന്നെ എല്ലാം ഒരുമിച്ച് വായിക്കണം. അപ്പോൾ ഒരു വലിയ നമ്പർ നമുക്ക് എടുക്കാം. 1, 2, 3, 9, 7, 6, 8, 7. അപ്പോൾ ഒറ്റനോടെ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ കോമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേസ് വാല്യൂവിൻ്റെ കൺസെപ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് വായിക്കാൻ പറ്റും. ഇപ്പോൾ കോമയുടെ തന്നെ ഒരു റൂൾ എന്താണ്? റൈറ്റിൽ നിന്ന് തുടങ്ങാം. റൈറ്റിൽ നിന്ന് തുടങ്ങി 1, 2, 3 ഒരു കോമ ഇട്ടു. ഓക്കെ, 1, 2 രണ്ടാമത്തെ കോമ, 1, 2 മൂന്നാമത്തെ കോമ കഴിഞ്ഞു. ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി എന്താ, ഇവിടുന്ന് വായിക്കാൻ അറ്റംപ്റ്റ് ചെയ്യരുത്. വായിക്കാനുള്ള എപ്പോഴും റൈറ്റിൽ നിന്ന് നമ്മൾ നോക്കിയാലേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. 1's place, 10's place, 100 place, 1000's place, 10,000 place, lakhs place, 10 lakhs place, 1 crore place. ഇപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഈ കോമ വെച്ച് കോമയുടെ ഇപ്പുറത്തുള്ളതെല്ലാം ക്രോഴ്സാണ്. അപ്പോൾ 1 crore, ഈ കോമയുടെ ഇപ്പുറത്തുള്ളതെല്ലാം ലാക്സാണ്. അപ്പോൾ 23 lakhs, 1 crore 23. ഈ കോമയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം തൗസൻഡ്സ് ആണ്. അപ്പോൾ ഇത് 97,000. പിന്നെ നമ്മൾ സാധാരണ 100ഉം 10സും 1സും 687. അപ്പോൾ ഈ നമ്പർ എങ്ങനെ വായിക്കാം? 1 crore 23 lakhs 97,687. വായിക്കാൻ പറ്റില്ലേ? ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ച് പ്രോബ്ലം എല്ലാം ചെയ്തിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ബാക്കി കൂട്ടുകാരോട്, ഇതിൽ താല്പര്യമുള്ള ബാക്കി കൂട്ടുകാരോട് ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.